ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കുളത്തിൽ മീൻപിടുത്തമാണ്, വലയിട്ട് മീൻപിടുത്തം. അപ്പോൾ നിറച്ച് മീനുള്ള കുളമാണ്. അപ്പോൾ നമുക്ക് വലയിട്ട് നോക്കാം, നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഇന്നത്തെ മീൻപിടുത്തം. ഇവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, ഇതാണ് ആ കുളം. അപ്പോൾ ഈ കുളത്തിലാണ് ഇന്നത്തെ നമ്മുടെ മീൻപിടുത്തം. അത്യാവശ്യം വലിയ കുളമാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സും പിന്നെ കുളത്തിനടുത്തൂടെ ഉള്ളവർ, നാട്ടുകാർ ഒക്കെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലയിട്ട് തുടങ്ങുകയാണ്. നമുക്ക് വലയിട്ട് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ വലയിടാൻ തുടങ്ങുകയാണ്. നല്ല ആഴമുള്ള കുളമാണ്, അത്യാവശ്യം നല്ല രീതിക്ക് ആഴമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ട്യൂബൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം. നമ്മൾ 4-5 പേര് ഉണ്ട്, വലയിടാൻ നമ്മൾ 4 പേരുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ നാടൻ ബ്രാല് നിൽപ്പുണ്ട്, ചെറിയ സൈസ് ബ്രാലാണ്. അപ്പോൾ അത് വലയിൽ വീഴുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ മൊത്തത്തിൽ 5 വല കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ കണ്ണിയും വലിയ കണ്ണിയായിട്ട് മൊത്തം 5 വല നമ്മൾ ഇടുന്നുണ്ട്. 2.5 വർഷം മുമ്പ് ഈ കുളത്തിൽ മീനിട്ടതാണ്. വളർത്തു മീൻ, ഗ്രാസ് കാർപ്പ്, പിന്നെ നട്ടർ, പിന്നെ ബ്രാല്, അങ്ങനെ 2-3 ഐറ്റം മീൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മീൻ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു വല ഇട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വല അതാ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ബാക്കി വലയിടും. അങ്ങനെ ഈ കുളം മൊത്തം നമ്മൾ വല നിറച്ചിടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വലയിട്ട് ഏകദേശം തീരാറായിട്ടുണ്ട്. മൊത്തം 5 വല തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇടുന്നുണ്ട്, നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇടുന്നുണ്ട്. അപ്പോൾ വലയിട്ട് തീരാറായിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി മീനിനേക്കെല്ലാം ഒന്ന് ഓട്ടിച്ച് വരട്ടുക. അത് കഴിഞ്ഞ് വല എടുക്കലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വല എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഇട്ടിരുന്നിട്ടാണ് വല എടുത്തത്. അപ്പോൾ ഇനി എല്ലാ വലയും എടുക്കുക. ഇതൊക്കെ നമ്മളെ ഫ്രണ്ട്സുകളാണ് എല്ലാം. അപ്പോൾ അങ്ങ് അപ്പുറത്തെ കരയിലും ആൾക്കാർ നിൽപ്പുണ്ട്. അതിവിടെ കൂടെ ഉള്ള ആൾക്കാരാണ്, നാട്ടുകാരൊക്കെയാണ്. മീനെ പിടിക്കുന്ന പറഞ്ഞ് കാണാൻ വന്നതാണ്. അപ്പോൾ എത്രത്തോളം മീൻ കിട്ടുമെന്ന് അറിയില്ല. നമ്മളെടുത്ത് കുറച്ചായിട്ടുണ്ട്. ഇതിൽ 1-2 മീൻ കിടപ്പുണ്ട്. അപ്പുറ സൈഡിൽ നിന്ന് നമ്മൾ കൂട്ടുകാർ 2 പേര് ആ സൈഡ് വല എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വല എടുത്ത് നമുക്ക് ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 4-5 മീൻ കിടപ്പുണ്ട്. കിടക്കുന്നതെല്ലാം സ്ലോപ്പിനാണ്, വളർത്ത സ്ലോപ്പൻ, വലിയ സ്ലോപ്പിനാണ്. നമുക്ക് വേറെ വളർത്തു മീനൊന്നും ഇതിൽ അടിച്ചിട്ടില്ല. മറ്റുള്ള വലയും കൂടെ ഇനി എടുത്ത് നോക്കാനുണ്ട്. ഇനി 4 വല കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു വല എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൊണ്ട് കയറുകയാണ്. ഇതൊക്കെ നമ്മളെ ഫ്രണ്ട്സാണ്, എല്ലാം അടുത്തുകൂടെ ഉള്ളവരാണ്, നമ്മളെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ളവർ തന്നെ എല്ലാം. അപ്പോൾ അവർ മീൻ പിടിക്കുന്നത് കാണാൻ വന്നതാണ്.
അപ്പോൾ നമ്മളെടുത്ത വലയിൽ ഒരു 8 മീൻ കിടപ്പുണ്ട്. എല്ലാം വലിയ സൈസ് സ്ലോപ്പിനാണ്, വളർത്ത് സ്ലോപ്പിനാണ്. അപ്പോൾ നമ്മളിതാ കൊണ്ട് കരയിലെത്തിയിട്ടുണ്ട്. മീനുകളൊക്കെ കിടപ്പുണ്ട്. അതിലെ ഇതെല്ലാം വലിയ സ്ലോപ്പിയനാണ്. ചിത്രലാടയാണ് വളർത്തു സ്ലോപ്പിയൻ, വലിയ സൈസ് സ്ലോപ്പിയനാണ്. എല്ലാം വലിയ സൈസാണ്. അപ്പോൾ നമുക്കിനി വല ക്ലീൻ ചെയ്ത് ഇതിലൊന്ന് മീനെടുക്കാം. ഫസ്റ്റ് വല എടുത്തിട്ടുണ്ട്. അതിലുള്ള മീനാണ്. 8 മീൻ കിടപ്പുണ്ട്. ഇത് ആദ്യത്തെ മീനാണ്. അപ്പോൾ അത്യാവശ്യം സൈസുള്ള മീൻ തന്നെയാണ് എല്ലാം കിടക്കുന്നത്. ഇതെല്ലാം വളർത്തു സ്ലോപ്പിനായതുകൊണ്ടാണ് ഇത്രയും നല്ല സൈസുള്ളത്. നമുക്കിതെല്ലാം ഇളക്കിയിടാം. ഇനി വലയിൽ നിന്ന് എടുത്തിടണം. അപ്പോൾ മറ്റുള്ള വലകൾ അവരെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ കൊണ്ടുവരും. അപ്പോൾ ഈ വലയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഒരു 8 മീൻ കിടപ്പുണ്ട്. എല്ലാം വലിയ മീനാണ്. മറ്റുള്ള വലകൾ ഇപ്പോൾ കൊണ്ടുവരും. അടുത്തതായി ഇവിടെ ഒരു മീൻ കിടപ്പുണ്ട്. അപ്പോൾ അടുത്ത വല അതെടുത്തുകൊണ്ട് വരികയാണ്. അതിലും മീൻ കിടപ്പുണ്ട്. എത്ര മീനുണ്ടെന്ന് അറിയില്ല. അപ്പോൾ നോക്കിനി അത് കരയെ കൊണ്ടുവന്ന് നോക്കിയാലേ അറിയാവൂ. അപ്പോൾ മീൻ ഇളവിരിക്കുന്നതുകൊണ്ടാണ് കയ്യിൽ പിടിച്ച് വെച്ചിരിക്കുന്നത്. ഇതാ ഒരു ഹെവി ഐറ്റം കിടപ്പുണ്ട്. ഒരു ഹെവി സ്ലോപ്പിയനാണ്. എങ്ങനെയും ഒരു 3/4 കിലോ ഇരിക്കും. നല്ല ഹെവി മീനാണത്. ഒട്ടും മോശമില്ല, ഒരു രക്ഷയില്ല. കിടിലൻ മീനാണ്. ഇതിന് മുള്ളുള്ളത് കൊണ്ട് സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ കയ്യിലത് അടിച്ച് കീറും. അപ്പോൾ അതുകൊണ്ട് നോക്കി എടുക്കാൻ പറ്റും സ്ലോപ്പിയൻ. അവിടെ ഒരു ഹെവി മീൻ കിട്ടിയിട്ടുണ്ട്. അതും നല്ലൊരു സൈസ് സ്ലോപ്പിയനാണ്, വലിയ സ്ലോപ്പിയൻ. അത് ആ വലയിലുള്ളതാണ്. ഇത് ഈ വലയിലുള്ളതാണ്. കണ്ടില്ലേ, നല്ല സൈസ് സ്ലോപ്പിയൻ, അടിപൊളി. അപ്പോൾ ആ വലയിലും മീനുകൾ കിടപ്പുണ്ട്. അതും എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇതും എടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 വലയുള്ള മീൻ ഒരുമിച്ച് എടുക്കുകയാണ്. ഇതാ ഒരു വലിയ മീൻ. അപ്പോൾ അതാ വീണ്ടും ഒരു മീൻ. അതും സൈസുള്ള മീൻ തന്നെയാണ് അത്യാവശ്യം.
എല്ലാം നല്ല വലിയ സൈസ് മീനുകളാണ് സിലോപ്പിയൻ. വീണ്ടും നമുക്കൊരു മീൻ കൂടെ ആ വലയിൽ കിടപ്പുണ്ട്. ഇതടുത്ത് രണ്ടാമത്തെ വലയാണ് എടുക്കുന്നത്. ഇത് അടുത്ത വലയാണ്, മൂന്നാമത്തെ വല. അതിലും മീൻ കിടപ്പുണ്ട്. അതാ ആ വലയിൽ മീൻ കിടക്കുന്നത് നമുക്ക് കാണാം. വലിയ സൈസ് മീനാണ് ആ കിടക്കുന്നതൊക്കെ. ഇതും നല്ലൊരു ഹെവി സൈസ് മീനാണ്, സിലോപ്പിയൻ. വലയിൽ ഇനിയും കിടക്കുന്നുണ്ട് മീനുകൾ. അപ്പോൾ നല്ല കുരിയും കിടക്കുന്നുണ്ട്, എടുക്കാൻ കുറച്ച് പാടാണ്. ഇവിടെ ഒരിടത്ത് തന്നെ 3 മീൻ കിടപ്പുണ്ട് അടുത്തടുത്ത്. എല്ലാം വലിയ മീൻ തന്നെ. അപ്പോൾ നമുക്ക് കുറേ മീൻ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം മോശമില്ല. ആ ബക്കറ്റിൽ അര ബക്കറ്റ് ആയിട്ടുണ്ട് മീൻ. ഇപ്പോൾ എടുക്കുന്നത് അടുത്ത വലയാണ്. അപ്പോൾ ഈ വലയും കൂടെ ഉള്ളൂ ഇനി അടുത്ത സ്റ്റെപ്പ്. ഇനി ഇതുവരെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വല ഇടുന്നതായിരിക്കും ഒരിക്കൽ കൂടെ. എല്ലാ വലയും ഒരു സ്റ്റെപ്പ് കൂടെ ഇട്ട് മീനും പിടിച്ചുകൊണ്ട് നമ്മൾ നിർത്തും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തൊരു വല കൂടെ നമ്മൾ ഇട്ടതാണ് ഇടയ്ക്ക്. അപ്പോൾ ആ വലയും കൂടെ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അതിൽ 2 മീൻ കിടപ്പുണ്ട്. രണ്ടും നല്ല ഹെവി സൈസാണ്. ആ ഒരു വിലയിൽ 2 മീനേ വീഴുന്നിട്ടുള്ളൂ. രണ്ടും നല്ല സൈസ് മീൻ തന്നെയാണ് വീഴുന്നിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല അടിപൊളി മീൻ രണ്ടെണ്ണം. കണ്ടില്ലേ.
അപ്പോൾ ഇത്രയും നേരം നമുക്ക് പിടിച്ച മീനിൽ വെച്ച് ഏറ്റവും വലിയ സൈസ് മീൻ ഇതാണ്. ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി, ഒരു 1-1.5 മീൻ, അടിപൊളി മീനാണ്. ഓക്കെ, വലിയ മീനാണ്, നല്ല വലിയ ഹെവി സൈസ് മീൻ എന്ന് പറഞ്ഞ ഇതാണ്. ആ മുട്ടൻ സ്റ്റാർപ്പിയൻ 1 കിലോയുടെ അടുത്തിരിക്കും. ഒരു സ്റ്റാർപ്പിയൻ വലുതാണ്, നല്ല വലിയ സൈസ്. കണ്ടില്ലേ, നല്ല ഹെവി സൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൈയേക്കാളും വലുതാണ്. 1 കിലോയിൽ കൂടുതൽ വരും. ഫ്രണ്ട്സ്, ഇതാണ് ആ മീൻ, അടിപൊളി മീൻ. കണ്ടില്ലേ, 1 കിലോയിൽ കൂടുതൽ വരും. എന്തായാലും നല്ല ഹെവി സൈസ് സ്ലോപ്പിനാണ്, അടിപൊളിയാണ്. ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഒരു വലയും കൂടെ എടുക്കാവുള്ളൂ മീൻ. ഈ ഒരു വലയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ അവസാനിക്കും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് കുറേ മീൻ കിട്ടിയിട്ടുണ്ട്. അതിന് ഇതാ കിടക്കണ 2-3 മീനുകൾ മാത്രമേ ഉള്ളൂ. അതും കൂടെ എടുത്താൽ നമ്മൾ ഇന്നത്തെ മീൻപിടുത്തം അവസാനിക്കും. അപ്പോൾ വലയെല്ലാം ക്ലീൻ ചെയ്ത് മടക്കി എടുക്കുകയാണ്. മീനെല്ലാം ഇളക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻപിടുത്തം നിർത്തി കഴിഞ്ഞു. ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് ഇത്രയുമാണ് മൊത്തത്തിൽ കിട്ടിയ മീനുകൾ. അപ്പോൾ എല്ലാം വലിയ സൈസ് മീൻ തന്നെ. നമുക്ക് ഒന്നും ചെറുത് കിട്ടിയിട്ടില്ല, എല്ലാം വലിയ കണ്ണി വലയുണ്ട്. വലിയ സൈസ് മീൻ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന മീനുകൾ. ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്.